ഹായ് ഫ്രണ്ട്സ്, എഡ്കുട്ടീസിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആലപ്പുഴയിലെ കഞ്ഞിക്കുഴി മുതൽ കലവൂർ വരെ നാഷണൽ ഹൈവേയുടെ വർക്ക് എത്രത്തോളം പുരോഗമിച്ചിട്ടുണ്ടെന്നും എത്രത്തോളം മുന്നോട്ട് പോയിട്ടുണ്ടെന്നും നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ ഒരു അണ്ടർ പാസേജിൻ്റെ വർക്ക് വരുന്നുണ്ട്. 4 തൂണുകളുടെയൊക്കെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ വർക്കിലേക്ക് ആവശ്യമായിട്ടുള്ള ഗർഡറുകളൊക്കെ നിർമ്മിച്ച് 2 സൈഡിലും വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ കഞ്ഞിക്കുഴിയിൽ നിന്ന് കലവൂരിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മുന്നോട്ട് നിലവിൽ വലിയ കാര്യമായിട്ടുള്ള വർക്കുകളൊന്നും തന്നെ നടക്കുന്നില്ല. ഡ്രെയിനേജ് ചാനലിൻ്റെ വർക്ക് 2 സൈഡിലും കഴിഞ്ഞിട്ടുണ്ട്. അതല്ലാതെ വലിയ വർക്കുകളൊന്നും ഈ ഒരു ഭാഗത്ത് നടക്കുന്നില്ല. 2 സൈഡിലും നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നിരപ്പാക്കിയ സ്ഥലത്തൊക്കെ പുല്ലെല്ലാം പിടിച്ച് ഒരുപാട് നാളായിട്ട് ഇവിടെ വർക്കുകളൊന്നും പ്രത്യേകിച്ച് നടക്കുന്നില്ല എന്ന് ഈ ഒരു ഭാഗത്തൂടെ യാത്ര ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വ്യക്തമാണ്. ഇവിടെ വർക്കിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ റോഡ് സൈഡിൽ തന്നെ കൂട്ടിയിട്ടിട്ടുണ്ട്. കഞ്ഞിക്കുഴി SL പുരം ഏരിയയിൽ കൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് ക്രാഷ് ബാരിയേഴ്സിൻ്റെയൊക്കെ വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എങ്കിലും വലിയ കാര്യമായിട്ടുള്ള വർക്കൊന്നും ഈ ഒരു ഭാഗത്ത് നടക്കുന്നില്ല. സർവീസ് റോഡിൻ്റെ വർക്ക് ഒരു സൈഡിലായിട്ട് പൂർത്തിയായിട്ടുണ്ട്. റോഡ് നല്ലപോലെ തന്നെ പൊക്കി ടാർ ചെയ്തിട്ടുണ്ട്. മുന്നോട്ട് വരുമ്പോൾ 2 സൈഡിലായിട്ടും ടാറിങ്ങിൻ്റെ പണികളൊക്കെ പൂർത്തിയായിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഇതിപ്പോൾ വളവനാട് ജംഗ്ഷൻ വരെ നമ്മളായിട്ടുണ്ട്. വളവനാട് ഹോസ്പിറ്റൽ ജംഗ്ഷൻ. ഇവിടെ അണ്ടർ പാസേജിൻ്റെ വർക്ക് ആയിട്ടുണ്ട്. രണ്ട് സൈഡിലും സർവീസ് റോഡിൻ്റെ വർക്കൊക്കെ ആയിട്ടുണ്ട്. ടാറിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അല്ലാതെ വേറെ പ്രത്യേകിച്ച് വർക്കുകളൊന്നും തന്നെ ഇപ്പോൾ നടക്കുന്നില്ല. ഇതിപ്പോൾ കൃപാസനം സ്ഥിതി ചെയ്യുന്ന ആ ഒരു ഏരിയ വരെ നമ്മളായിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം നല്ല തിരക്കേറിയ ഒരു ഏരിയയാണ്. ഈ ഒരു ഭാഗത്ത് ഒരു സൈഡിലായിട്ട് റോഡിൻ്റെ വർക്കൊക്കെ ആയിട്ടുണ്ട്. റോഡ് നല്ലപോലെ തന്നെ പൊക്കിയിട്ടുണ്ട്. ടാറിങ്ങും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്.
ടാറിംഗ് ഒക്കെ പൂർത്തിയായ പുതിയ റോഡിൽ കൂടിയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റേ സൈഡിൽ ലെവലിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കലവൂര് ഭാഗത്തൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഏരിയയിൽ വലിയ രീതിയിൽ വർക്കൊന്നും നടക്കുന്നതായിട്ടൊന്നും നമുക്ക് തോന്നുന്നില്ല. നാഷണൽ ഹൈവേയുടെ ആലപ്പുഴയിലെ വർക്കൊക്കെ വലിയ രീതിയിൽ തന്നെ ഇഴഞ്ഞു നീങ്ങുന്നതായിട്ട് ഈ ഒരു വീഡിയോയിൽ നിന്ന് തന്നെ വ്യക്തമാണ്. നമ്മുടെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.